നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക്. പ്രതിസന്ധി രൂക്ഷമായ സൗദിയിൽ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ ദുരിതം തുടരുന്നു. ലേബർ ക്യാമ്പുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ പ്രതികരണങ്ങൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. ഇന്ത്യ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് 10,000-ൽ കൂടുതൽ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു. ഞങ്ങൾ കഴിഞ്ഞ 7 മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ അക്കാമ 1000-ൽ കൂടുതൽ ആൾക്കാരുടെ അക്കാമകൾ ഇങ്ങനെ 6 മാസമോ 8 മാസമോ 9 മാസമായിട്ട് എക്സ്പയർ ആയിട്ട് ജോലിക്ക് പോകാൻ കഴിയാതെ ക്യാമ്പിന് പുറത്തിറങ്ങാൻ വയ്യ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. ആ അവസ്ഥയിൽ ഞങ്ങൾ ജോലിക്ക് പോകാൻ കഴിയാതെ ആയിരക്കണക്കിന് ആളുകൾ ഈ ക്യാമ്പിനകത്ത് തന്നെ കഴിയുന്നുണ്ട്. മോഡെടുക്കുന്നില്ല. ഓഫീസെല്ലാം അടച്ചു, ഓഫീസെല്ലാം ക്ലോസ് ചെയ്തു. ഒരു മുതിർമാരും ഇവിടെ ഇല്ല. ആരെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് വകുപ്പാണവരും ഇടപെടുന്നില്ല. ഞങ്ങൾ ആകെപ്പാടെ പട്ടിണിയാണ്. ഈ ക്യാമ്പിനകത്ത് ടോട്ടൽ 3000 പേരുണ്ട്. അതിനകത്ത് 700 പേരോളം മലയാളികളാണ്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഫിലിപ്പീൻസിലാണ്. അവരുടെ ഗവൺമെൻറ് വന്ന് ഇടപെട്ടു. അവർക്കെല്ലാവർക്കും 1500 റിയാലും അവരുടെ വീട്ടിലേക്ക് ഒരു 600 റിയാലും വെച്ച് അയച്ചു കൊടുത്തു. ഞങ്ങൾക്കാണെങ്കിൽ ടെലിഫോൺ ചെയ്യാൻ പോലും പൈസ ഇല്ലാത്ത ഈ സിറ്റുവേഷനാണ്. ഇന്ത്യ ഗവൺമെൻറ് എങ്ങനെയെങ്കിലും വന്ന് ഞങ്ങളെ ഇവിടെ സഹായിച്ച് ഞങ്ങളെ കൊണ്ടുപോവുകയും ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരികയും ഇന്ത്യ. هذا معلوم محمد بن سلمان ملك سلمان. ايوه مشروف ملك سلمان. كلام الحين اكل ما في سري ما في اقامه ما في اشرا ما في شري 10 الحين كل نفر ميديكال ما في. كل نفر هنا اكل 4 يوم ما في اكل ما في مويه ما في كثير وجه طبعا كله شرطه يشتكي. شرطه 10 مرات نروح شرطه هنا يجي الامن وكلام الكلام 4 شهر انا يجي. الحين شوف كم شهر ما يجي شرطه. وين روح هذا كله مسكين فلان وين روح؟ ماما موت بابا موت ما في هنا باكستان اقامه ما في 10 جگہ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. 13-14 വർഷത്തോളം ജോലി ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ശമ്പളവും ഇല്ല. 7 മാസത്തോളം ശമ്പളം ഇല്ലാതെ 1 മാസമായി ഞങ്ങൾക്ക് ഫുഡ് ഒന്നും തരുന്നില്ല. കുടിക്കാൻ വെള്ളമില്ല. എല്ലാ മലയാളികളും ഒരുപാട് ഇന്ത്യക്കാർ 10,000-ഓളം ആൾക്കാർ ഇവിടെ പ്രയാസത്തിലാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഗവൺമെൻറ് ഇടപെട്ട് എംബസി മുഖേന ഇടപെട്ട് ഞങ്ങളെ എല്ലാ ആനുകൂല്യങ്ങൾ തന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് അയക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള മുഖ്യമന്ത്രി ഞങ്ങൾ ഈ പ്രവാസികാര്യത്തിൽ ഇടപെടണം. പ്രവാസികാര്യ മന്ത്രി ഇടപെട്ട് ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആനുകൂല്യങ്ങൾ തന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് അയക്കണം. സൗദിയിലെ ലേബർ ക്യാമ്പിലെ ദൃശ്യങ്ങളും സോജെക്സ് കമ്പനിയിൽ കുടുങ്ങിക്കിടക്കുന്ന 72 മലയാളികളുടെ വിവരങ്ങളും പീപ്പിൾ ടിവി പുറത്തുവിട്ടു. സൗദിയിൽ ശമ്പളമില്ലാതെ ദുരിതത്തിലായ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിനുള്ള നടപടി വിദേശകാര്യ മന്ത്രാലയം ഊർജിതമാക്കി. റിയാദിലേക്ക് തിരിക്കുന്ന വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗ് ഭരണാധികാരിയുമായി കൂടിക്കാഴ്ച നടത്തും. ശമ്പള കുടിശ്ശിക പരിഹരിക്കാനുള്ള നിയമസഹായവും വിദേശകാര്യ സഹമന്ത്രി ആവശ്യപ്പെടും. സൗദിയിൽ കുടുങ്ങിയ തൊഴിലാളികളെ തിരികെ ഇന്ത്യയിലെത്തിക്കാൻ എല്ലാവിധ സഹായവും നൽകുമെന്ന് ഇന്ത്യയിലെ സൗദി സ്ഥാനപതി ഉറപ്പു നൽകി. ഇതിനായി പ്രത്യേക വിമാന സർവീസ് ഏർപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പരം മലയാളികളടക്കം 10,000-ലേറെ ഇന്ത്യൻ തൊഴിലാളികൾ ജോലി നഷ്ടപ്പെട്ട് ഗൾഫിൽ കുരുങ്ങിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോഴും സ്ഥിരീകരിക്കുന്നത്. സൗദിയിലെത്തുന്ന വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗ് സൗദി അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ തൊഴിലാളികൾക്ക് എക്സിറ്റ് വിസ വേഗത്തിൽ നൽകണമെന്ന് വിദേശകാര്യ സഹമന്ത്രി ആവശ്യപ്പെടും. എക്സിറ്റ് വിസയ്ക്ക് കമ്പനികളുടെ എതിർപ്പില്ലാ രേഖ വേണമെന്നാണ് നിയമം. എന്നാൽ കമ്പനികൾ പൂട്ടി ഉടമകൾ സ്ഥലം വിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ NOC ഇല്ലാതെ വിസ ലഭ്യമാക്കാൻ ഇന്ത്യ ആവശ്യപ്പെടും. 3172 ഇന്ത്യൻ തൊഴിലാളികളാണ് റിയാദിൽ മാത്രം കുരുങ്ങിയിരിക്കുന്നത്. സൗദിയിൽ ഓജർ എന്ന നിർമ്മാണ കമ്പനിയിലെ 2450 തൊഴിലാളികൾ മാസങ്ങളായി ശമ്പളം പോലും ലഭിക്കാതെ ലേബർ ക്യാമ്പിൽ പട്ടിണിയിലാണ്. ഇന്ത്യയിലെ സൗദി സ്ഥാനപതി മുഹമ്മദ് അൽസാദിയുമായി വിദേശകാര്യ സഹമന്ത്രി MJ അക്ബർ കൂടിക്കാഴ്ച നടത്തി. തൊഴിലാളികളെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ട എല്ലാ സഹായവും നൽകുമെന്ന് സൗദി സ്ഥാനപതി വ്യക്തമാക്കി. ഇതിനായി പ്രത്യേക വിമാന സർവീസുകൾ നടപ്പാക്കാനും വിദേശകാര്യ മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സൗദിയിലെ ലേബർ ക്യാമ്പിലെ ദൃശ്യങ്ങളും സോജെക്സ് കമ്പനിയിൽ കുടുങ്ങിക്കിടക്കുന്ന 72 മലയാളികളുടെ വിവരങ്ങളും പീപ്പിൾ ടിവി പുറത്തുവിട്ടു. മറ്റ് വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി EM അഷ്റഫ് സൗദിയിൽ നിന്ന് ചേരുന്നു. അഷ്റഫ്, എന്താണ് നിലവിലെ ഒരു സാഹചര്യം? നിലവിൽ കേന്ദ്രമന്ത്രി വി കെ സിംഗ് ഇന്ന് സൗദിയിലെത്തുകയാണ്. എത്തിയതിനു ശേഷം ഇത്തരം തൊഴിലാളികൾ, അതായത് 7 മാസമായി ശമ്പളമില്ല, പട്ടിണിയിലാണ്. മാത്രമല്ല ലേബർ ക്യാമ്പുകളിൽ വളരെ വൃത്തികേട്, അതായത്
സെപ്റ്റിക് ടാങ്കിലെ വെള്ളം അടക്കം റൂമുകളിലേക്ക് ഇങ്ങനെ പറയുകയാണ്. അസുഖങ്ങൾ വരികയാണ് പലർക്കും. ഭക്ഷണം കഴിക്കാനില്ല. അങ്ങനെയുള്ള ഒരു ദുരിതാവസ്ഥയിൽ കഴിയുന്ന ഈ തൊഴിലാളികളെ തിരിച്ചു കൊണ്ടുപോകാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശമ്പളം ആനുകൂല്യം നൽകാനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ച നടക്കുകയാണ്. അത് മിക്കവാറും വിജയിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് ജിദ്ദയിലേത്. അതുപോലെ ദമാമിലും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ മാസങ്ങളായി തുടരുകയാണെങ്കിലും കോൺസുലേറ്റുകളും എംബസികളും ഇവരുടെ പ്രശ്നങ്ങൾ യഥാവിധം പരിഹരിക്കാനുള്ള ഒരു ശ്രമവും നടത്താത്തതിനെ തുടർന്നാണ് ഇത്തരം പ്രശ്നം രൂക്ഷമായത്. ഏതായാലും കേന്ദ്ര ഗവൺമെന്റിനെ പോലെ തന്നെ കേരള ഗവൺമെന്റ് വളരെ നോർക്കയൊക്കെ വളരെ സജീവമായി നേരത്തെ തന്നെ ഇടപെട്ടിരുന്നു. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ വളരെ രമ്യമായ രീതിയിൽ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഈ രണ്ട് ഗവൺമെന്റുകളും സൗദി ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും ഒരു ചർച്ച ചെയ്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അതാത് സമയത്ത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയില്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ തൊഴിലാളിയുടെ ഈ ദുരിതം കൂടും. 7 മാസമായി ശമ്പളമില്ല എന്നതിന് പുറമെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പട്ടിണിയിലാണ് മിക്കവാറും തൊഴിലാളികൾ. പുറത്തേക്ക് ഫോൺ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കുടുങ്ങിയ അവസ്ഥ, അതായത് യമനിലും മറ്റും കുടുങ്ങിയ പോലുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തൊഴിലാളികളുള്ളത്. EM അഷ്റഫാണ് വിവരങ്ങൾ നൽകിയത്. 300ഓളം മലയാളികൾ സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പീപ്പിൾ ഇംപാക്ട് റിസോഴ്സ് അധ്യാപക നിയമനത്തിൽ ക്രമക്കേട് നടന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. IED സെൽ DD രാജന്റെ മുൻകാല പ്രവർത്തനങ്ങൾ അന്വേഷിക്കും. രാജന് പകരം മറ്റൊരാൾക്ക് ചുമതല നൽകും. ഇനിയുള്ള നിയമനങ്ങൾ സുതാര്യമായിരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. റിസോഴ്സ് ടീച്ചർമാരുടെ നിയമനത്തിനായി IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ R രാജനും സഹായി ജ്യോതിഷും കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടതിനെ തുടർന്ന് രാജനെതിരെ വിവിധ കോണുകൾ നിതിൻ ഭായ് പട്ടേൽ പുതിയ ഗുജറാത്ത് മുഖ്യമന്ത്രിയായേക്കുമെന്ന സൂചന. ആനന്ദിബെൻ പട്ടേൽ രാജിവെച്ച സാഹചര്യത്തിലാണ് ഇത്. രാജിയെ BJPക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. ഇന്ത്യ റിസർവ് ബറ്റാലിയനിലേക്ക് നിയമനം ആവശ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 2ാം ദിനവും തുടരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ 5 നില കെട്ടിടത്തിന് മുകളിൽ കയറിയാണ് തണ്ടർബോൾട്ട് റാങ്ക് പട്ടികയിലെ ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി സമരം തുടരുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി, ആഭ്യന്തര സെക്രട്ടറി, DGP എന്നിവരുമായി സമരക്കാർ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ രേഖാമൂലമുള്ള ഉറപ്പ് നൽകിയാലേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് ഉദ്യോഗാർത്ഥികൾ. ഇന്ന് കർക്കിടക വാവു ബലി. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രം, ആലുവ, മണപ്പുറം, തിരുനാവായ എന്നിവിടങ്ങളിൽ 10,000ങ്ങളാണ് ബലിയിടാൻ എത്തിയത്. കർക്കിടക വാവ് ദിനമായി ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇന്ന് ബലിതർപ്പണം നടത്തിയത്. തിരുവനന്തപുരത്ത് തിരുവല്ലം പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, അരുവിപ്പുറം ശിവക്ഷേത്രം, ശംഖുമുഖം തുടങ്ങിയവിടങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണം നടന്നത്. പുലർച്ചെ 3:15ഓടെയാണ് ബലിതർപ്പണ കർമ്മങ്ങൾ ആരംഭിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും നഗരസഭയും ചേർന്നാണ് ബലിതർപ്പണത്തിനായുള്ള ക്രമീകരണങ്ങൾ നടത്തിയത്. ഓരോ കേന്ദ്രങ്ങളിലും 30ഓളം പുരോഹിതന്മാരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. മധ്യകേരളത്തിൽ ആലുവ, മണപ്പുറത്തും അദ്വൈതാശ്രമത്തിലുമായിട്ടാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ആലുവ, മണപ്പുറത്തും ആലുവയിലും വൻ ഭക്തജന പ്രവാഹമായിരുന്നു. അതേസമയം മലബാർ മേഖലയിൽ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ 10,000കണക്കിന് ആളുകളാണ് ബലിതർപ്പണത്തിനായി എത്തിച്ചേർന്നത്. 16 പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ പുലർച്ചെ 2 മണിയോടെയാണ് കർമ്മങ്ങൾ ആരംഭിച്ചത്. വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിലും കോഴിക്കോട് വരക്കൽ ബീച്ചിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ന്യൂസ് ഡെസ്ക്. KM മാണി BJPയോടൊപ്പം പോകുന്നത് ആത്മഹത്യാപരമാണെന്ന് കുഞ്ഞാലിക്കുട്ടി. മാണിയും BJPയും ആശയപരമായി യോജിക്കില്ല. മാണിക്ക് UDFൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും അവ ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട് പറഞ്ഞു. BJPയോട് കൂടുക എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. അതോടുകൂടി കൂടുന്നവരുടെ ഭാവി എന്താവും എന്ന് 2 പ്രാവശ്യം കൂടുന്നവർക്ക് ആലോചിക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അത്തരമുള്ള ആത്മഹത്യാപരമായ നിലപാടെടുക്കും എന്ന് ഞങ്ങളാരും കരുതുന്നില്ല. ബോളിവുഡ് താരം ജിയ ഖാന്റെ മരണം കൊലപാതകമല്ലെന്ന് CBI. ബോംബെ ഹൈക്കോടതിയിലാണ് CBI ഇക്കാര്യം വ്യക്തമാക്കിയത്. കാമുകനും നടനുമായ സൂരജ് പഞ്ചോളി ജിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ നിഴലിലായിരുന്നു. കുറ്റപത്രത്തിൽ സൂരജിനെതിരെ പോലീസും CBIയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നു. സൂരജിന്റെ വിചാരണയ്ക്ക് കോടതി താൽക്കാലിക സ്റ്റേ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജിയ കൊല്ലപ്പെട്ടതാണ് എന്നാണ് അമ്മ റബിയ ഖാൻ ആരോപിക്കുന്നത്. 2013-ലായിരുന്നു ജിയ കൊല്ലപ്പെട്ടത്. ആലപ്പുഴ പുന്നപ്ര തീരപ്രദേശത്ത് നങ്കൂരമിട്ടിരുന്ന വള്ളങ്ങൾ വേലിയേറ്റത്തെ തുടർന്ന് അപകടത്തിൽപ്പെട്ടു. 15 വള്ളങ്ങളാണ് കടലിൽ മുങ്ങിയത്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. 3 വള്ളങ്ങൾ കാണാതായി. മത്സ്യബന്ധനത്തിന് ശേഷം പുന്നപ്ര കടപ്പുറത്ത് നങ്കൂരമിട്ടിരുന്ന വള്ളങ്ങളാണ് വേലിയേറ്റത്തെ തുടർന്ന് തകർന്നടിഞ്ഞത്.
15 വള്ളങ്ങൾ നഷ്ടപ്പെട്ടതായാണ് മത്സ്യത്തൊഴിലാളി നേതാക്കൾ തന്നെ പറയുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന നിയമപ്രകാരം തൊഴിലുപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചാൽ സഹായിക്കുന്ന ഒരു പദ്ധതിയും ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ഗവൺമെന്റിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത് ഈ നാശനഷ്ടം അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ളതാണെങ്കിലും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനി അല്പം തൊഴിൽ ദിനങ്ങളുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് പ്രത്യേക സഹായം ഇക്കാര്യത്തിൽ നൽകുവാൻ തയ്യാറാകണം. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പലിശയ്ക്കും മറ്റും പണം വാങ്ങിയാണ് മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ വള്ളങ്ങൾ പുതുക്കിപ്പണിതത്. ഈ വള്ളങ്ങൾ നഷ്ടപ്പെട്ടതോടെ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ കടക്കണിയിലായിരിക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ സാധനമാകുമ്പോൾ 20 ലക്ഷം രൂപ എല്ലാം 10-15 പോയിട്ടുണ്ടല്ലേ? 10-15 പോയി. ഞാനത് ഏറ്റവും ചിലപ്പോൾ ഇച്ചിരി വെയിറ്റും കിട്ടും, ചിലപ്പോൾ മേലെ കിടങ്ങ പൊങ്ങുന്ന ബ്ലൂട്ടും കിട്ടും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും കിട്ടത്തില്ല. പല കംപ്ലീറ്റ് ചിലക്കാഴപ്പോൾ 40 ലക്ഷം രൂപ മുതൽ 70 ലക്ഷം രൂപ വരെ വിലയുള്ള വള്ളങ്ങളാണ് തകർന്നടിഞ്ഞത്. ഒരു വള്ളത്തിൽ 20 മുതൽ 30 വരെ മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യബന്ധനത്തിന് പോയിരുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പീപ്പിൾ ഫോളോ അപ്പ്. ഇത്തവണ ഓണത്തിന് ശീതകാല പച്ചക്കറികളുടെ കലവറയായ കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിലെ കർഷകരിൽ നിന്നും പൂർണ്ണമായും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുമെന്ന് ഹോർട്ടികോർപ്പ്. പ്രദേശത്തു നിന്നുള്ള പച്ചക്കറി സംഭരണം അവതാളത്തിലായി എന്ന പീപ്പിൾ വാർത്തയെ തുടർന്നാണ് വിശദീകരണവുമായി ഹോർട്ടികോർപ്പ് അധികൃതർ രംഗത്ത് വന്നത്. ശീതകാല പച്ചക്കറി കൃഷിയുടെ കലവറയായ കാന്തല്ലൂർ, വട്ടവട, മറയൂർ മേഖലയിൽ കർഷകർ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ഹോർട്ടികോർപ്പ് വാങ്ങുന്നില്ലെന്ന കർഷകരുടെ പരാതി പീപ്പിൾ TV വാർത്തയാക്കിയതിനെ തുടർന്നാണ് ഓണം നാളുകളിൽ ഈ മേഖലയിൽ സജീവമാകാൻ ഹോർട്ടികോർപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കർഷകർ ഉത്പാദിപ്പിക്കുന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മുഴുവൻ ശേഖരിക്കുമെന്ന് ഹോർട്ടികോർപ്പ് അധികൃതർ അറിയിച്ചു. ഓണത്തിന് സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും പച്ചക്കറിക്ക് കച്ചവടം കൂടുന്നതനുസരിച്ചിട്ട് ഇവിടെ നിന്നുള്ള സംഭരണം അതിനനുസരിച്ച് വർദ്ധിപ്പിക്കും. പിന്നെ കൃത്യമായി ഓണത്തെക്കുറിച്ചൊരു ഡയറക്ഷൻ ഇതുവരെ വന്നിട്ടില്ല സർക്കാരിന്റെ ഓഫീസിൽ നിന്നുള്ളത്. അപ്പോൾ അത് വന്നു കഴിയുമ്പം അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാവും. നിലവിൽ തമിഴ്നാട് വിപണിയെ ആശ്രയിക്കുന്ന കർഷകർക്ക് ഏറെ ആശ്വാസകരമാണ് ഹോർട്ടികോർപ്പിന്റെ തീരുമാനം. പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുന്നതിന് സ്ഥിരം സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ കാന്തല്ലൂരിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ ആളുകൾക്ക് പുതുരുചി തന്നെ പകർന്നു നൽകും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 4 പതിറ്റാണ്ട് മുൻപ് റവന്യൂ വകുപ്പ് പട്ടയം നൽകിയ ഭൂമിയിൽ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള 24 കുടുംബങ്ങൾക്ക് വനംവകുപ്പിന്റെ കുടിയിറക്ക് ഭീഷണി. കാസർഗോഡ് ജില്ലയിലെ വെസ്റ്റ് എളേരി ചമക്കളം സ്വദേശികളാണ് ആശങ്കയിൽ കഴിയുന്നത്. സർക്കാർ നൽകിയ ഭൂമി സർക്കാർ തന്നെ തിരിച്ചുപിടിക്കാൻ നീക്കം നടത്തുമ്പോൾ നിസ്സഹായരാവുകയാണ് ഈ കർഷക തൊഴിലാളി കുടുംബങ്ങൾ. ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് സർക്കാർ പതിച്ചു നൽകിയ മിച്ചഭൂമിയിൽ 4 പതിറ്റാണ്ടായി വീട് വെച്ചും കൃഷി ചെയ്തും ജീവിച്ചു വരുന്നവരാണ് കാസർഗോഡ് വെസ്റ്റ് എളേരി ചാമക്കളത്തെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന 24 കുടുംബങ്ങൾ. ജന്മിയിൽ നിന്നും ഏറ്റെടുത്ത മിച്ചഭൂമി 1976-ൽ അന്നത്തെ കണ്ണൂർ ജില്ലാ കലക്ടറാണ് ഭൂരഹിതരായ കർഷക തൊഴിലാളി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയത്. അന്ന് 1 ഏക്കർ വീതം ഭൂമിയാണ് അനുവദിച്ചത്. ഈ ഭൂമിയെല്ലാം ഇപ്പോൾ മക്കൾക്ക് വീതം വെച്ചു നൽകിയതിനെ തുടർന്ന് കുടുംബങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. ഭൂമിയാകെ കായ്ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ഇതിനിടെയാണ് ഈ ഭൂമി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും കുടിയിറങ്ങേണ്ടി വരുമെന്നും വനംവകുപ്പ് ഈ കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. നാട്ടുകാരനായ MG രാമചന്ദ്രൻ. എത്രയോ വർഷമായിട്ട് ഇവരിവിടെ കുടിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്നിട്ട് പറയുന്നത് ഇവിടെ അത് ഫോറസ്റ്റ് ഏരിയയാണ്, കാര്യമായ ദേഹമൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. വനംവകുപ്പ് പറയുന്നത് അവരുടേതാണെന്ന്. റവന്യൂ വകുപ്പാണല്ലോ ഇവർക്ക് സ്ഥലം കൊടുത്തത്. കുടിയിറക്ക് ഭീഷണിയിൽ നിന്നും ഈ ജനങ്ങളെ രക്ഷിക്കണം. കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ചാമക്കളം. റവന്യൂ വകുപ്പ് പട്ടയം നൽകുമ്പോഴോ ഭൂമി കൈമാറുമ്പോഴോ ഇടപെടൽ നടത്താതിരുന്ന വനം വകുപ്പ് 4 പതിറ്റാണ്ടിന് ശേഷം കുടിയിറക്ക് ഭീഷണി ഉയർത്തുകയാണ്. റവന്യൂ വനം വകുപ്പ് തർക്കങ്ങൾ സർക്കാർ തലത്തിൽ പരിഹരിക്കണമെന്നും കുടിയിറക്കിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കണമെന്നുമാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. റവന്യൂ ഡിപ്പാർട്ട്മെന്റും വനം വകുപ്പും തമ്മിലുള്ള തർക്കത്തിന്റെ ബലിയാടുകളാണ് കാസർഗോഡ് വെസ്റ്റ് എളേരി പഞ്ചായത്തിലെ ചാമക്കളത്തെ 24ഓളം കുടുംബങ്ങൾ. ഏതു സമയത്തും ഈ കുടുംബങ്ങളെ ഇവിടെ നിന്നും കുടിയിറക്കാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ് അധികൃതർ. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. നിതിൻഭായ് പട്ടേൽ പുതിയ ഗുജറാത്ത് മുഖ്യമന്ത്രിയായേക്കുമെന്ന് സൂചന. ആനന്ദിബെൻ പട്ടേൽ രാജിവെച്ച സാഹചര്യത്തിലാണ് ഇത്. രാജിയെ BJPക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. M സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന്. സന്തോഷ്, മറ്റ് സമഗ്രമായ വിവരങ്ങൾ കൂടി.
അരുൺ, ഗുജറാത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള കാര്യത്തിൽ BJP നേതൃത്വം ഇതുവരെ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. എങ്കിൽ കൂടിയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ദില്ലിയിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പേരുടെ പേരുകളാണ് പ്രധാനമായും ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന് നിതിൻഭായ് പട്ടേലിന്റെയും അതോടൊപ്പം തന്നെ വിജയ് റുപാലയുടേതുമാണ്. 2 പേരും ഗുജറാത്തിലെ BJPയുടെ പ്രമുഖ നേതാക്കളാണ്. അതോടൊപ്പം തന്നെ വർഷങ്ങളായി മന്ത്രിസഭയിൽ അംഗങ്ങളുമാണ്. നിതിൻഭായ് പട്ടേൽ ഇപ്പോൾ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയാണ്. കഴിഞ്ഞ 20 വർഷമായി സംസ്ഥാന സർക്കാർ മന്ത്രിയായി പ്രവർത്തിക്കുകയാണ്. വിജയ് റുപാല ആവട്ടെ ഗതാഗത മന്ത്രി കൂടിയാണ്. എങ്കിൽ കൂടിയും ഇപ്പോൾ BJP നേതൃത്വത്തിലുള്ള ചില പ്രശ്നങ്ങൾ, ഒന്ന് ഗുജറാത്തിലെ ജാതി സമവാക്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത വർഷം അവസാനം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നിയമിക്കപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഒരാൾ, അല്ലെങ്കിൽ എല്ലാ ജാതി സമുദായങ്ങളുടെയും പിന്തുണയുള്ള ഒരാളെ വേണം എന്നുള്ളതാണ് BJP നേതൃത്വത്തിന്റെ തീരുമാനം. നിതിൻഭായ് പട്ടേൽ ഗുജറാത്തിലെ പട്ടേൽ സമുദായമായ പ്രബല വിഭാഗമായ പട്ടേൽ സമുദായത്തിന്റെ പ്രതിനിധിയാണ്. നേരത്തെ പട്ടേൽ വിഭാഗം വലിയ രീതിയിലുള്ള സംവരണ പ്രക്ഷോഭം ആരംഭിച്ച സമയത്ത് സർക്കാർ സമവായ ചർച്ചകൾക്ക് നിയോഗിച്ചത് നിതിൻ പട്ടേലിനെയായിരുന്നു. വിജയ് റുപാല ആവട്ടെ ജൈന മതവിഭാഗക്കാരനാണ്. എന്നാൽ പട്ടേൽ സമുദായം ധാരാളമായുള്ള സൗരാഷ്ട്ര മേഖലയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല. ഇവരെ 2 പേരെയുമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പരിഗണിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു അവസരത്തെ BJPക്കെതിരെയുള്ള ആക്രമണം നടത്താൻ കോൺഗ്രസ് ഒരു അവസരമായി കൂടി ഉപയോഗിച്ചിരിക്കുകയാണ്. ആനന്ദിബെൻ പട്ടേലിനെ ബലിയാടാക്കിക്കൊണ്ട് നരേന്ദ്രമോദി മുഖം രക്ഷിച്ചു എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. ഈ ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇപ്പോൾ കുറച്ചു കാലം മാത്രം മുഖ്യമന്ത്രിയായ ആനന്ദിബെൻ പട്ടേലല്ല, മറിച്ച് ഏറെക്കാലം മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയാണ് എന്നുള്ള വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ 2017 അവസാനത്തെ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നേരിട്ടാൽ അത് തിരിച്ചടിയാകുമെന്ന് അറിയാവുന്ന BJP സർക്കാർ പിരിച്ചുവിട്ട് നേരത്തെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഇത് എന്നുള്ള ഒരു നിരീക്ഷണവും കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടുണ്ട്. അരുൺ. എം സന്തോഷ്, ദില്ലിയിൽ നിന്ന്. കളഞ്ഞുപോയ വയർലെസ് സെറ്റ് തലസ്ഥാനത്തെ പോലീസിന് തലവേദനയാകുന്നു. കോബ്ര കോളിംഗ് എന്ന സന്ദേശത്തിൽ തുടങ്ങി സെറ്റിൽ നിന്നും വരുന്ന സ്ത്രീ ശബ്ദം കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് പോലീസ്. സംഭവം തുടങ്ങിയിട്ട് ഒരാഴ്ചയാകുമ്പോൾ വയർലെസ് സെറ്റ് കണ്ടെത്താനാകാതെ പോലീസ് വലയുകയാണ്. ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ പ്രേക്ഷകനെ പൊട്ടിച്ചിരിപ്പിച്ച ഈ രംഗങ്ങൾക്ക് ഏറെക്കുറെ സമാനമായ സംഭവങ്ങളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത്. സിനിമയിൽ പോലീസുകാരന്റെ പക്കൽ നിന്ന് നഷ്ടപ്പെട്ട വയർലെസ് സെറ്റ് മദ്യപാനിയുടെ കയ്യിലെത്തിയെങ്കിൽ ഇവിടെ വയർലെസ് സെറ്റ് കിട്ടിയത് ഒരു സ്ത്രീക്കാണെന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും സെറ്റിൽ നിന്നും ഇപ്പോൾ സ്ത്രീ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ വയർലെസ് സെറ്റിൽ സംഭാഷണം തുടങ്ങുമ്പോൾ ഉപയോഗിക്കുന്ന കോബ്ര കോളിംഗ് എന്ന അടയാള പദമാണ് ആദ്യം കേൾക്കുക. തിരിച്ച് പ്രതികരിച്ചാൽ അല്ല, ഇല്ല തുടങ്ങി വ്യക്തമല്ലാത്ത 2-3 വാക്കുകളിൽ മറുപടി. പിന്നെ ഞാൻ പോകുന്നുവെന്നും പറഞ്ഞ് സന്ദേശം നിലയ്ക്കും. കഴിഞ്ഞ ഒരാഴ്ചയായി രാത്രി സമയങ്ങളിൽ ഈ സ്ത്രീ ശബ്ദം കേട്ട് തലസ്ഥാനത്തെ പോലീസുകാർ വലയുകയാണ്. നേരത്തെ ഏതെങ്കിലും പോലീസുകാരനിൽ നിന്ന് നഷ്ടപ്പെട്ട വയർലെസ് സെറ്റാകാം ഇതെന്നാണ് നിഗമനം. സെറ്റ് കണ്ടെത്താനായി ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓണം വിപണി ലക്ഷ്യം വെച്ച് കൃഷി ഇറക്കിയ കർഷകരുടെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി വിളനാശം. ഇടുക്കി കാന്തല്ലൂരിലെ പച്ചക്കറിയിടങ്ങളിലാണ് വിള അഴുകൽ രോഗം പടർന്നു പിടിക്കുന്നത്. കൃഷിവകുപ്പ് അധികൃതർ കൃഷിപ്പാടങ്ങളിൽ പരിശോധന നടത്തി പ്രതിരോധ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഓണം വിപണി ലക്ഷ്യം വെച്ച് കൃഷിയിറക്കിയ പച്ചക്കറി കർഷകരാണ് വിളകൾക്ക് ബാധിച്ച അഴുകൽ രോഗത്തെ തുടർന്ന് ദുരിതത്തിലായിരിക്കുന്നത്. ശീതകാല പച്ചക്കറികളായ കാബേജ്, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ്, ബീൻസ് തുടങ്ങി വിളകൾക്കാണ് കീടബാധ ബാധിച്ചത്. വിളകളുടെ തണ്ടും ഇലകൾക്കുമാണ് ആദ്യം കീടബാധ ഉണ്ടായത്. കർഷകർ അറിയിച്ചതിനെ തുടർന്ന് കൃഷിവകുപ്പിന്റെ വിദഗ്ധ സംഘം കാന്തല്ലൂരിലെ കൃഷിമേഖലയിൽ പരിശോധന നടത്തി. കൃഷിയിടങ്ങളിലെ മണ്ണിന്റെ അമ്ലാംശം കുറഞ്ഞതാണ് കീടബാധയ്ക്ക് കാരണമെന്ന് കണ്ടെത്തി. കുമ്മായമിട്ട് ആ അമ്ലത്വം പരിഹരിച്ചിട്ട് പച്ചക്കറി കൃഷി ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള രോഗങ്ങളുടെ ഈ ആക്രമണം ഉണ്ടാവാതിരിക്കാനും അതേപോലെ തന്നെ മണ്ണിലെ ന്യൂട്രിയൻസ് വളങ്ങളെല്ലാം വേണ്ട രീതിയിൽ വലിച്ചെടുക്കാനും ചെടികൾക്ക് സാധിക്കും. ബീൻസിന് കുമിൾബാധയും വെളുത്തുള്ളിക്ക് മഞ്ഞളിപ്പ് രോഗവും ഉരുളൻകിഴങ്ങിന് ബാക്ടീരിയ ബാധയും കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സാ മാർഗങ്ങളും സംഘം നിർദ്ദേശിച്ചു. ഫ്യൂസേരിയം എന്ന് പറയുന്ന കുമിൾ രോഗത്തിന് പ്രതിവിധിയായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ കാർബൺ ഡൈഓക്സൈഡ് എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി മണ്ണിലെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രോഗപ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമായില്ലെങ്കിൽ ഓണക്കാലം വറുതിയുടെ കാലമാകുമോ എന്ന ആശങ്കയിലാണ് ഈ മേഖലയിലെ കർഷകർ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.